നമസ്തേ. യോഗ എന്താണ് എന്നതിനെപ്പറ്റി ലളിതമായി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. യുജ് എന്ന് വെച്ചാൽ യോജിക്കുക, ടു ജോയിൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ യോജിക്കുന്നത്? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്വാസം, ഇത് മൂന്നും കൂടിയിട്ടുള്ളൊരു യോജിപ്പാണ് യോഗയിലൂടെ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരു യോഗാസനം ചെയ്യുമ്പോൾ കാലുയർത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ കാലിൽ വേണം. നമ്മുടെ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയാണെങ്കിൽ ആ ശ്വാസം എടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ, ഒരു ആസനം ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസവും മനസ്സും ആ പ്രവൃത്തിയും തമ്മിൽ യോജിപ്പുണ്ടാകണം. യോഗ എന്നതുകൊണ്ട് ലളിതമായി ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റു വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യാസമായി യോഗയ്ക്കുള്ളത് പ്രാണായാമങ്ങളാണ്. ശ്വസന ക്രിയകളെന്ന് വേണമെങ്കിൽ പറയാം. പ്രാണായാമങ്ങളുടെ ശക്തി അല്ലെങ്കിൽ പ്രാധാന്യം, പ്രാണായാമങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുകയുള്ളൂ. യോഗയുടെ നിർവചനം തന്നെ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. മനസ്സിലെ ചിന്തകളെ, കൂടുതലായിട്ട് വരുന്ന ചിന്തകൾ, ഒന്നിനു മേലൊന്നായി ഇങ്ങനെ ചിന്തകൾ വരുന്നതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ ചിന്തയിൽ ഒന്നിൽ ഉറപ്പിക്കുന്നതിനെയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. അപ്പം ടെൻഷനെ ഒഴിവാക്കുക, കൂടുതൽ വരുന്ന ചിന്തകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരമമായ ലക്ഷ്യം. അതിലേക്ക് പല വഴികൾ പതഞ്ജലി മഹർഷി, യോഗയുടെ ഉപജ്ഞാതാവായ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. അഷ്ടാംഗ യോഗ, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി, അങ്ങനെ 8 ഭാഗങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വിശദമായി പഠിക്കേണ്ട. ആസനങ്ങളും പ്രാണായാമങ്ങളും, അതിലൂടെ നമ്മൾ ഉയർന്നു പഠിക്കുമ്പോൾ, കൂടുതൽ യോഗയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ യമനിയമങ്ങളും പിന്നെ പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധിയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഇത് ഉയർന്ന തലത്തിൽ പഠിക്കുമ്പോൾ മതി. ഇപ്പോൾ സാധാരണക്കാർ യോഗ ചെയ്യുമ്പോൾ ആസനങ്ങളും പ്രാണായാമങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു പോസിൽ സ്ഥിരമായും സുഖമായും ഇരിക്കുന്നതിന് ആസനം എന്ന് പറയുന്നു. സ്ഥിര സുഖമാസനം. ആസനത്തിൽ നമ്മൾ ഒരു സ്ഥിതി കൈവരിച്ചാലാണ്, അതായത് സുഖമായി ഇരിക്കാൻ നമുക്ക് തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രാണായാമങ്ങൾ പരിശീലിക്കുന്നത്. അപ്പോൾ അതിന് സ്ഥിരമായി സുഖമായിരിക്കുവാൻ, നമ്മുടെ ശരീരത്തിന് പാകപ്പെടുത്തുവാനാണ് പണ്ട് കാലങ്ങളിൽ ആസനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം, അല്ലെങ്കിൽ നമ്മൾ പണികളൊക്കെ, പഴയ കാലത്തെ പണികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നില്ല, പേശികൾ, ജോയിൻറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ കുറച്ച് ആസനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യണം. അതോടൊപ്പം മനസ്സിന് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ, അല്ലെങ്കിൽ ടെൻഷൻ ഒഴിവാക്കാൻ പ്രാണായാമങ്ങളും പരിശീലിക്കും. അതാണ് യോഗ മറ്റു വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത്. പ്രാണായാമങ്ങൾ പഠിക്കണം. പ്രാണായാമങ്ങളുടെ പ്രത്യേകത, ശ്വാസം വേഗം, നമ്മൾ ശ്വാസം എടുത്തു വിടുമ്പോൾ നമ്മുടെ ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. ഏറ്റവും വേഗം ശ്വാസം എടുത്ത് വിടുന്ന ജീവി നായയാണ്. നായയുടെ ആയുസ് 10 മുതൽ 12, 14 വർഷം വരെയാണ്. ഏറ്റവും കുറവ് ശ്വാസം എടുക്കുന്ന ജീവി ആമ. 1 മിനിറ്റിൽ 3-4 പ്രാവശ്യം എടുക്കുള്ളൂ. ആമയുടെ ആയുസ് 250 വർഷത്തിന് മേലെയാണ്. അപ്പോൾ ആ ജീവികളുടെ ആയുസ്സും അവരുടെ ശ്വാസം എടുക്കുന്ന രീതിയും സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് യോഗയിൽ നമ്മളുടെ ആയുസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം ടെൻഷൻ ഒഴിവാക്കാനും കഴിയും പ്രാണായാമങ്ങൾ. അപ്പോൾ ശ്വാസം സാവധാനത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നീട്ടിവിടുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ. അപ്പോൾ 2-3 തരത്തിലുള്ള പ്രാണായാമങ്ങൾ, സൂര്യ നമസ്കാരം, മറ്റാസനങ്ങളും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കാൻ കഴിയും. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു 3-4 പ്രാവശ്യം നന്നായി ശ്വാസം എടുത്ത് അതിൻ്റെ ഇരട്ടി സമയം ഉപയോഗിച്ച് വിടാനായിട്ട് ശീലിക്കുക, പുറത്ത് കളയാനായിട്ട് ശീലിക്കുക. അതാണ് പ്രാണായാമത്തിൻ്റെ ഉദ്ദേശം.
അപ്പോൾ അങ്ങനെ ദീർഘശ്വാസം വയറിലേക്കാണ് എടുക്കേണ്ടത്, നെഞ്ചിലേക്കല്ല. പലരും തെറ്റായിട്ട് നെഞ്ചിലേക്ക് ശ്വാസം എടുക്കുന്നുണ്ട്. ശ്വാസം എടുക്കുമ്പോൾ വയറിലേക്ക്, അതിന് നല്ല രീതിയിൽ മലർന്ന് കിടന്ന് ശ്വാസം എടുത്ത് പഠിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് മുകളിലേക്ക് വരുന്നു, ശ്വാസം വിടുമ്പോൾ വയറ് താഴേക്ക് വരുന്നു. അങ്ങനെ ഒന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറിലേക്ക് ശ്വാസം എടുക്കാനായിട്ട് പഠിക്കും. ശ്വാസകോശത്തിലേക്കാണ് ശ്വാസം എടുക്കുന്നത്, പക്ഷേ നമ്മുടെ ഡയഫ്രം താഴേക്ക് ചലിക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വയറിൻ്റെ മസിലുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ശ്വാസം എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും, കൂടുതൽ ഓക്സിജൻ നമുക്ക് നമ്മുടെ കോശങ്ങളിൽ എത്തിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൽ കൂടെ ഓരോ കോശങ്ങളിലും പുറത്ത് തള്ളേണ്ട മാലിന്യങ്ങൾ പുറത്ത് കളയാനായിട്ട് പറ്റും. അതാണ് പ്രാണായാമങ്ങളുടെ പ്രത്യേകത. നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ മനസ്സിനെ സന്തുലനാവസ്ഥയിൽ നിർത്താം. ആ ശരീര ആരോഗ്യത്തോട് സംരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ശാസ്ത്രീയമായ മാർഗമാണ് യോഗ. മറ്റൊരു കാര്യം കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോൾ യോഗ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റ്, നമ്മുടെ മലയാളിയായ കായിക താരം ആയിരുന്ന, ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത് ചെറിയൊരു സെക്കൻഡ് 100-ലൊരു അംശം കൊണ്ട് മെഡൽ നഷ്ടപ്പെട്ടു പോയ പി ടി ഉഷയാണെന്നറിയാലോ. പി ടി ഉഷ നമ്മുടെ ആസനങ്ങൾ, യോഗയല്ല, യോഗാസനങ്ങളുടെ മത്സരം ഏഷ്യൻ ഗെയിംസിൽ വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഒളിമ്പിക്സിലും യോഗാസന മത്സരങ്ങളൊരു മത്സര ഇനമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് യോഗാസന മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാനും അതിലൂടെ ഗ്രേസ് മാർക്കും വിവിധ ജോലികളിലേക്ക് ഉള്ള സാധ്യതകളുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊരു നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടുകൂടി സംരക്ഷിക്കുക മാത്രമല്ല, നമുക്ക് ഭാവിയിൽ മെഡൽ ലഭിക്കാനും അതേപോലെ ജോലി സാധ്യതയുമുള്ളൊരു മത്സര ഇനമായി കൂടി മാറിയിട്ടുണ്ട്. എല്ലാവരും യോഗാസനങ്ങൾ പഠിക്കാം, പ്രാണായാമങ്ങൾ പരിശീലിക്കാം, ആരോഗ്യത്തോടു കൂടിയിരിക്കാം. എല്ലാവിധ ആശംസകളും. നമസ്തേ, പ്രണാമം.